JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. കേരള ബാങ്ക് OA തസ്തികയിലേക്കുള്ള നിയമനങ്ങളെ സംബന്ധിച്ചാണ്. റാങ്ക് പട്ടികയിൽ നിന്ന് 204 നിയമന ശുപാർശയാണ് ഇതുവരെ ഉള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റുമാരുടെ പുതിയ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 3 പുതിയ ഒഴിവുകൾ മാത്രമാണ് ബാങ്ക് PSCയെ അറിയിച്ചത്. 2024 റിപ്പോർട്ട് ചെയ്ത 145 ഒഴിവിലേക്കാണ് നിയമന ശുപാർശ അയച്ചതിൽ 93 പേർ ജോലിക്ക് ചേർന്നില്ല. അതിൽ 59 NJD ഒഴിവിലേക്ക് വീണ്ടും നിയമന ശുപാർശ അയച്ചു. അങ്ങനെ ഇതുവരെയുള്ള ആകെ നിയമന ശുപാർശ 204 ആയി. NJDയിൽ ബാക്കിയുള്ള 34 ഒഴിവിലേക്കും പുതുതായി റിപ്പോർട്ട് ചെയ്ത 3 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 37 ഒഴിവിലേക്ക് ഇനി നിയമന ശുപാർശ അയക്കാനുണ്ട്. അത് ഉടൻ അയക്കുമെന്ന് ആണ് PSC അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിയമന നില നോക്കിയാൽ OC ഓപ്പൺ കോമ്പറ്റീഷൻ 167, ഈഴവ 169, SC 393, ST സപ്ലി 15, സപ്ലി മുസ്ലിം 176, LCAI 691, OBC 165, വിശ്വകർമ്മ 324, SIUC നാടാർ സപ്ലി 1, SCC സപ്ലി 3, ധീവര 256, ഹിന്ദു നാടാർ 95, EWS 192, LPV സപ്ലിമെന്ററി 3, HI സപ്ലി 3, LDCP സപ്ലി 2, MDAI MI സപ്ലി 2 എന്നിങ്ങനെയാണ് ഇതിന്റെ നിയമന നില ഇപ്പോഴത്തെ അറിയാൻ കഴിയുന്നത്. 10 മാസം പിന്നിട്ട റാങ്ക് പട്ടികയാണ്. കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് PSCയുടെ ആദ്യ റാങ്ക് പട്ടികയാണ് ഇത്. 10 മാസം പിന്നിടുന്ന പട്ടികയിൽ നിന്ന് 2 ഘട്ടം നിയമനങ്ങളെ ഇതുവരെ നടന്നിട്ടുള്ളൂ. നിലവിലെ 800-ലേറെ ബ്രാഞ്ചുകളാണ് കേരള ബാങ്കിനുള്ളത്. ഒരു ബ്രാഞ്ചിൽ ഒരു ഒഴിവ് വെച്ച് കണക്കാക്കിയാലും 800 ഓഫീസ് അറ്റൻഡന്റുമാരെ തസ്തിക ഉണ്ടാവണം. അത് നമുക്ക് ചെറുതായ രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ 4/1 നിയമനം പോലും PSC വഴി നടക്കുന്നില്ല. 1516 പേരുടെ റാങ്ക് പട്ടിക 2025 ഒക്ടോബർ 3-നാണ് പ്രാബല്യത്തിൽ വന്നത്. മുഖ്യ പട്ടികയിൽ 730 പേരും സാമുദായ സംവരണ ഉപപട്ടികയിൽ 757 പേരും ഭിന്നശേഷി ഉപപട്ടികയിൽ 29 പേരും ഉൾപ്പെട്ടു. ജനറൽ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിലും 145 വീതം ഒഴിവാണ് വിജ്ഞാപനത്തിൽ അറിയിച്ചിരുന്നത്. നിയമനങ്ങൾ വളരെ കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്ന PSCയിലേക്ക് കേരള ബാങ്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ മാത്രമേ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള അതിനാനുപാതികമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുവേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നിരന്തരമായി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.